ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും നല്ല ഒരു അടിപൊളി ക്യാരറ്റ് കപ്പ് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അളവിലുണ്ടാകും. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വേണം കേട്ടോ, ഒരു മിനിറ്റിൻ്റെ അടുത്ത് മതിയാകും. കാരണം കൂടുതൽ വെന്തിട്ടുള്ള ടേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കേക്ക് ബേക്ക് ആകുമ്പോൾ തന്നെ റെഡി ആയിക്കോളും. ഇനി ഇങ്ങനെ വഴറ്റണം നിർബന്ധമില്ല കേട്ടോ. പച്ചക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബാറ്റർ മിക്സ് ആക്കുമ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മൈദ കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കുക. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. പിന്നെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് ജാതിക്ക ഉണ്ടല്ലോ അതോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താണ്. അങ്ങനെ പൊടിച്ചിട്ടുള്ള 1 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും ഒരു മുട്ടയുടെ ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 1-2 തവണ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു തടി വെച്ച് നല്ലോണം മിക്സ് ആക്കി എടുത്താലും മതി. എപ്പോഴും നല്ല റൂം ടെമ്പറേച്ചറുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ എടുക്കണേ. ഈ സമയത്ത് ഇതിലേക്കുള്ള പഞ്ചസാര പൊടിച്ചത് കുറച്ച് ചേർത്തിട്ട് അതോടെ ചേർത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. അപ്പോൾ ഒരു പഞ്ചസാരയുടെ പൊടി 1/2 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തുണ്ടാവും. അത് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും തണുപ്പുള്ളതല്ല, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഓരോന്നായിട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. മുട്ടയും ബട്ടറും കൂടെ മിക്സായി വരുന്ന സമയത്ത് ചെറിയൊരു പിരിഞ്ഞ പോലെ ഉണ്ടാകും. കുഴപ്പമില്ല, നമ്മൾ മൈദ കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ സെറ്റ് ആയിക്കോളും. മുട്ട മിക്സാക്കി എടുക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഈ രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. പിന്നെ ഈ സമയത്ത് ബീറ്റർ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം എല്ലാം 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഈ രീതിയിലാക്കി എടുത്താൽ മതി. അപ്പോൾ ആ മുട്ട ബട്ടറും പിരിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ടെക്സ്ചറൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളൂ. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് ഡേറ്റ് സിറപ്പ് ചേർക്കുന്നുണ്ട്. റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അത് 4 ടേബിൾ സ്പൂൺ. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾ അതുപോലെ ചേർത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര കാരമൽ ചെയ്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അതും ചേർത്തെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കാഷ്യൂ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് മാത്രമായിട്ട് ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി കേക്കിൻ്റെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഈ സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്സ് നിരത്തിയിട്ടുണ്ട്, പേപ്പർ കപ്പ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് കപ്പ് കേക്ക് കാണിച്ചിട്ടുണ്ട് ഓവനില്ലാതെ ചെയ്യുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന രീതിയിൽ ചെറിയ സ്റ്റീൽ പാത്രത്തിലോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ കപ്പ് എടുത്തിട്ട് ഓവനില്ലാതെ ഗ്യാസിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കപ്പിലേക്ക് നമുക്ക് അത്യാവശ്യം ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി, പൊങ്ങി വരാനുള്ളതല്ല. ഞാനൊരു ഇത്തിരി കൂടെ കൂടുതൽ നിറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് പുറത്തേക്കിന് പൊങ്ങിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എല്ലാത്തിലും ബാറ്റർ ആക്കിയതിന് ശേഷം മേലെ കൂടെ വേണമെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണ്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 25 to 30 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ചിലപ്പോൾ ഒരു 35 മിനിറ്റും വേണ്ടി വരും. കാരണം നമ്മൾ ബാറ്ററി കുറച്ച് കട്ടിയുള്ളതല്ല. അപ്പോൾ ഓരോ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നോക്കിയാൽ മതി. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ കുറച്ച് സമയം കൂടെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഈ ഒരു കളറാവുന്ന സമയത്ത് ഞാൻ കേക്ക് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 11 to 12 കേക്കാണ് കേട്ടോ, കപ്പ് കേക്കാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക് ഏത് കേക്കാണെങ്കിലും ചൂടോടുകൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, അതിന് ശേഷം ടേസ്റ്റ് നോക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇന്നുണ്ടാക്കി നാളെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്ക് തന്നെയാണ്. ക്യാരറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, കുറച്ചൊരു മോയിസ്റ്റായിട്ട് ഒരു ഇത്തിരി ഈർപ്പുള്ള ടൈപ്പിലായിരിക്കും കേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ നല്ല കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്